ചേച്ചിയുടെ ഒരു വലിയ ആഗ്രഹം തർക്കരഹിതമാവണം കലോത്സവം എന്നുള്ളത്. അങ്ങനെയാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. ഇപ്പൊ ചേച്ചി മത്സരിക്കുന്ന കാലത്താണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രഷറും ഉണ്ടായിരുന്നില്ല എന്നറിയാം. അതന്നെയല്ല ആഗ്രഹം. തീർച്ചയായിട്ടും അതെ. പിന്നെ അതിനകത്തുള്ളൊരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ പാട്ടുകാർക്ക് നമുക്ക് വേറെ ചിലവൊന്നുമില്ല, നമ്മൾ തൊണ്ട സൂക്ഷിച്ച് വന്ന് പാടിയാൽ മതി. പക്ഷെ ഡാൻസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ചിലവാണ് ഒരു കുട്ടിയെ മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ. അപ്പം എനിക്ക് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തർക്കം ഒക്കെ വരുന്നത്. പ്രൈസ് കിട്ടാതെ വരുമ്പോൾ ഉള്ള കൂടുതൽ പേരൻസിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് വരുന്നതാണ് കൂടുതൽ സ്ഥലത്തും നമ്മൾ കേട്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെയൊക്കെ കാലത്ത് എൻ്റെ പേരൻസൊന്നും ഒരിക്കലും യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങളുടെ കൂടെ വരാറേ ഇല്ല. ഞങ്ങളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊണ്ടുപോകും, മത്സരം കഴിയുമ്പോൾ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടും, അവിടെ നിന്ന് അച്ഛൻ വന്ന് വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് ഞങ്ങളുടെ. അപ്പോൾ പ്രൈസ് കിട്ടിയ സന്തോഷം, മുതുകിലൊരു 2 തട്ട് കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഒന്നും പറയില്ല, സാരല്ല പോട്ടെ അടുത്ത പ്രാവശ്യം എന്ന് ആ ഒരു ലാഘവത്തിലേ എടുത്തിട്ടുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിപ്പിച്ച് വിടും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മയും അച്ഛനും ചെയ്തു തന്നു വിടും. നല്ല കണിയൊക്കെ കാണിച്ചു വിടും. നല്ല കണി കാണിച്ചു തരും. അതുപോലെ തൊണ്ടയ്ക്ക് കഴിക്കാനായിട്ട് വെണ്ണയ്ക്കകത്ത് കുരുമുളകൊക്കെ നല്ലോണം ഇടിച്ചിട്ട് അത് ഇങ്ങനെ വിഴുങ്ങാൻ പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴുണ്ടോ ചേച്ചിയുടെ കൂടെ അങ്ങനത്തെ ശീലങ്ങളൊക്കെ? കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം വെണ്ണയൊന്നും കഴിക്കാറില്ല, പക്ഷെ എന്നാലും കുറേ ശീലം. കുരുമുളകൊക്കെ ഞാൻ ഇടയ്ക്ക് കഴിക്കും. ചുക്കാപ്പി. പ്രേക്ഷകർക്ക് അറിയാത്തൊരു രഹസ്യം പറഞ്ഞോട്ടെ. അതായത് 78-ലെ കലോത്സവത്തിൽ ചേച്ചിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയപ്പം ചേച്ചി ആ വേദിയിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുത് മേനോൻ സാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പാട്ട് ഒന്നുകൂടെ പാടി മാത്രമല്ല പിന്നീട് പാടാൻ പറഞ്ഞപ്പം ചേച്ചി ഒരു പാട്ട് പാടി. അത് ചേച്ചി അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ട് പാടിയത് എന്ന് പിറ്റേത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു അല്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് പാടിയതല്ല. ചേച്ചി ഒരു ബുദ്ധിപരമായ നീക്കം നടത്തിയെന്നാണ് പത്രങ്ങളിൽ അന്ന് വാർത്ത വന്നത്. അത് സത്യം പറഞ്ഞത് അങ്ങനെയല്ല, നടന്നത് അങ്ങനെയല്ല. ഒരു പാട്ട് പാടുവാൻ ഓടക്കുഴലെ പാടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് അറിയാവുന്ന ഒരു ലളിതഗാനം എന്ന് പറയണത് ഒരു പാട്ട് പാടുവാൻ വന്നവൾ നീ സഖി 1000 പാട്ട് പാടിയാലോ എന്നുള്ള പാട്ട് ആണ്. അപ്പം പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ അത് പാടി. പക്ഷെ അത് അവസരോചിതമായിട്ട് സന്ദർഭോചിതമായിട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ എഴുതിയെന്നേ ഉള്ളൂ. അതിനകത്ത് എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇല്ലാണ്ട്. മഞ്ഞിൽ കുതിർന്നാടും പൊന്നിനാട ഒന്നൊന്നായഴിഞ്ഞും പിന്നെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ലക്കൂമ്പുലഞ്ഞും. ആ